വിവാഹം എന്ന പവിത്രമായ ബന്ധത്തെയും പരസ്പര വിശ്വാസത്തെയും വെറും ഒരു സാമ്പത്തിക ലൈംഗിക ചൂഷണത്തിനുള്ള ആയുധമാക്കുന്ന ക്രൂരമായ പ്രവണതകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. സ്നേഹവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വർഷങ്ങളും അവരുടെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ സമ്പാദ്യവും കവർന്നെടുക്കുന്ന ഇത്തരം ക്രിമിനലുകൾ സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ്. വിഴിഞ്ഞത്ത് ഒരു 29കാരിയെ 4 വർഷത്തോളം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും 7 പവൻ സ്വർണവും 9 ലക്ഷത്തോളം രൂപയും തട്ടിയെടുക്കുകയും ചെയ്ത സംഭവം ഇതിനൊരു ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. മണക്കാട് സ്വദേശിയായ സച്ചിൻ കുമാർ എന്ന 32കാരൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇത്തരം മനുഷ്യത്വരഹിതമായ വഞ്ചനകൾക്ക് ഇരയാകുന്നത് കേവലം വ്യക്തികൾ മാത്രമല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇവിടെ തകർക്കപ്പെടുന്നത്. ചതിയുടെ ആസൂത്രണം എത്രത്തോളം ക്രൂരവും കൃത്യവുമാണെന്ന് ഈ സംഭവത്തിലെ ഓരോ വിവരങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്ന് ഉറപ്പു നൽകി യുവതിയെയും കുടുംബത്തെയും വിശ്വസിപ്പിച്ച ശേഷം വിവാഹ ദിവസം സുഹൃത്തിന്റെ മരണവാർത്ത എന്ന വ്യാജ കാരണം പറഞ്ഞു മുങ്ങുന്ന തരം താഴ്ന്ന തന്ത്രങ്ങളാണ് പ്രതി ഉപയോഗിച്ചത്. വഞ്ചനയുടെ പരകോടിയിൽ നിൽക്കുമ്പോഴും പേരൂർക്കട സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച ഇയാൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെ വെറും ഒരു കച്ചവടച്ചരക്കായും തട്ടിപ്പിനുള്ള മാർഗമായും മാത്രമാണ് കണ്ടിരുന്നത്. റെയിൽവേ പോലീസിന്റെയും വിഴിഞ്ഞം പോലീസിന്റെയും സന്ദർഭോചിതമായ ഇടപെടലിലൂടെ പാലക്കാട്ട് വെച്ച് പ്രതിയെ ട്രെയിനിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞത് ആശ്വാസകരമാണ്. എങ്കിലും നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കേണ്ടത് വരും തലമുറയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. പ്രണയത്തിന്റെയോ വിവാഹ വാഗ്ദാനങ്ങളുടെയോ മറവിൽ നടക്കുന്ന ഇത്തരം സാമ്പത്തിക ഇടപാടുകളെയും അതിരുകടന്ന ആവശ്യങ്ങളെയും തുടക്കത്തിൽ തന്നെ സംശയത്തോടെ വീക്ഷിക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയണം. സ്നേഹിക്കുന്ന വ്യക്തിക്ക് പണമോ സ്വർണമോ നൽകി വിശ്വാസം തെളിയിക്കേണ്ട ആവശ്യമില്ലെന്ന യാഥാർത്ഥ്യം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഏതു ഘട്ടത്തിലും വഞ്ചിക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ ഭയന്നു പിന്മാറാതെ നിയമ സംവിധാനങ്ങളെയും പോലീസിനെയും സമീപിക്കാൻ ധൈര്യം കാണിച്ച ഈ യുവതിയുടെ നിലപാട് മാതൃകാപരമാണ്. വ്യാജ വാഗ്ദാനങ്ങളുടെ കെണിയിൽ വീഴാതെ സ്വന്തം അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഓരോ സ്ത്രീയും ജാഗരൂകരാകണം. നിയമവ്യവസ്ഥകൾ കൂടുതൽ കർശനമാകുന്നതിനൊപ്പം ഇത്തരം വഞ്ചകന്മാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാനും ഇരകൾക്ക് ശക്തമായ പിന്തുണ നൽകാനും നമുക്ക് സാധിക്കണം.